കുറ്റങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ടും അയാളെ ഭരണാധികാരികൾ കുറ്റവാളിയെന്ന് പേര് ചുമത്തി. മാത്രമല്ല, ആ മനുഷ്യനെ അവർ നാട് കടത്തുകയും ചെയ്തു. അയാൾ എത്തപ്പെട്ടത് മറ്റ് രാജ്യക്കാരോട് ഒരു കരുണയും കാണിക്കാത്ത ക്രൂരന്മാരുള്ള നാട്ടിലായിരുന്നു. അയാളെ അവർ പിടികൂടി. ആ ആൾക്കൂട്ടം അയാളെ ഉപദ്രവിക്കുവാനും തുടർന്ന് കൊല്ലുവാനും ആക്രോശിച്ചു. ഇത് കേട്ട അയാൾ ഉറക്കെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂരമായി വേദനിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്? നിങ്ങളുടേതുപോലെ മനോഹരമായ നാട്ടിൽ നിങ്ങളെപ്പോലെ ഭാഗ്യവാനായി ജനിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നത് തന്നെ എൻ്റെ തോൽവിയും വേദനയുമാണ്. ഇനിയെങ്കിലും ശേഷിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതം കണ്ട് ആസ്വദിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം. ഇത് കേട്ട് ആ ജനങ്ങൾ വളരെ സന്തുഷ്ടരായി. അവർ അയാൾക്ക് സുരക്ഷിതമായ താമസ സ്ഥലവും ജോലിയും മറ്റ് സഹായങ്ങളും ചെയ്തു. ആൾക്കൂട്ടം പലപ്പോഴും അന്ധമായിരിക്കും. മുന്നിൽ നിൽക്കുന്നയാൾ വിളിച്ചു പറയുന്നത് ഏറ്റുവിളിക്കുന്നതല്ലാതെ തങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ചിന്തയൊന്നും അവിടെ വിലപ്പോവുകയില്ല. അത്തരത്തിലുള്ള ആൾക്കാരോടും ആൾക്കൂട്ടത്തോടും പ്രഭാഷണം നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അവരുടെ അന്ധതയെ ഉയർത്തിപ്പിടിച്ച് അവരെ സന്തോഷിപ്പിച്ച് പ്രകീർത്തിക്കുകയാണ് അവരെ അനുനയിപ്പിക്കാനും നമുക്കുള്ള വേദനയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള എളുപ്പമാർഗം. നയങ്ങളാണ് ആൾക്കൂട്ടത്തെ നേരിടാൻ ഫലപ്രദം. നിയമം കൊണ്ട് നേരിടാൻ ശ്രമിച്ചാൽ നമുക്ക് ആൾബലവും ഉപകരണങ്ങളും വേണ്ടിവരും. അടിച്ചമർത്തിയാൽ മറ്റൊരവസരത്തിനായി അവർ തക്കം പാർത്തുകൊണ്ടേയിരിക്കും. എന്നാൽ നയങ്ങളിലൂടെ നേരിട്ടാൽ ഏതൊരാൾക്കൂട്ടവും അവരുടെ തീരുമാനങ്ങൾ പുറകോട്ടെടുക്കും. എതിരാളികളെ അനുകൂലികളാക്കുക എന്നതാണ് യഥാർത്ഥമായ വിജയം. യേശുക്രിസ്തുവും അതുപോലെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചത് കൊണ്ട് എന്ത് നേട്ടം? ശത്രുക്കളെ സ്നേഹിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ ശത്രുത്വം ഒഴിഞ്ഞു മാറും. ശത്രുവിനെ ഇല്ലാതാക്കുവാൻ ഏകമാർഗം അവരെ സ്നേഹിക്കുക, അവരോട് സന്തോഷമായിരിക്കുക. അതുമാത്രമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ശത്രുത്വം കൊണ്ട് ഒരിക്കലും ശത്രുവിനെ കീഴടക്കുവാൻ ശ്രമിക്കരുത്. അത് വളരെ ആഘാതം നമുക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞതുപോലെ അന്യോന്യം നമുക്ക് സ്നേഹിക്കാം. അന്യോന്യം സമൂഹത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്കൊരുങ്ങാം. ശത്രുത്വം ഉപേക്ഷിക്കാം. നമ്മൾ
ഒരു രാജ്യത്തിൻ്റെ അവകാശികളാണ്. മാത്രമല്ല, നിത്യരാജ്യത്തിനും നമ്മൾ അവകാശികളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.